ലൈവിൽ ഇപ്പോൾ ഫുൾ ഒരു മിസ്സിംഗ് ഫീൽ ആണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, നാളെ ഗ്രാൻഡ് ഫിനാലെ ആണ്. അങ്ങനെ അനീഷൊക്കെ മേക്കപ്പ് റൂമിലും കൺഫെഷൻ റൂമിലും സ്റ്റോർ റൂമിന്റെ ഡോറെല്ലാം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അനീഷിന്റെ ഒരു പ്രധാന സ്ഥലം സ്റ്റോർ റൂമാണ്. ഏറ്റവും കൂടുതൽ സ്റ്റോർ റൂമിൽ പോയിട്ടുള്ള ഒരു വ്യക്തി അത് അനീഷ് തന്നെയായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അനീഷ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ജയിലും സ്റ്റോർ റൂമുമാണ്. പിന്നീട് നെവിൻ ക്യാമറ നോക്കിയിട്ട് പറയും, ഫുഡിന്റെ വിലയൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ബിഗ് ബോസ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കില്ല. ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ എടുത്ത് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പാഠം ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ ക്യാമറ നോക്കിക്കാണ്ട് ഇങ്ങനെ ബിഗ് ബോസിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സീസണിൽ കുടുംബാംഗങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഫുഡിനാണ് എന്ന് വെച്ച് പട്ടിണിയെല്ലാം എന്തെങ്കിലും എല്ലാം കഴിക്കാനുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് ആകെ സാഡായിരിക്കുന്ന അനുവിനെയാണ്. അനുമോള് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. അത് കണ്ടുകൊണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട്, അനുമോളെ ഫുഡ് കഴിച്ചോ? നീ പോയിട്ട് ഫുഡ് കഴിക്കും, അത് അവിടെ എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ ആകെ സാഡായിരിക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ല. ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കൂടെ കൂട്ടിയ ഒരാളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു ചതി കിട്ടുമ്പോൾ അത് ഒരിക്കലും താങ്ങാനാവില്ല. അതാണ് ഇപ്പോൾ അനുവിന്റെ അവസ്ഥ. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലാണ് അനുമോൾക്കുള്ളത്. എന്തായാലും ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്തായാലും നമ്മൾ പ്രേക്ഷകരും ഇവരുടെ ഒരു സീസൺ മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ നെവിനെ ആയിരിക്കും. കാരണം നെവിന്റെ ചളികൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ആരുടെ കയ്യിലായിരിക്കും കപ്പ് കിട്ടുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ ഒരു സീരിയലിലെ താരങ്ങളെല്ലാം ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.